ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വക്കീൽ വാസു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാകിസ്ഥാനിൽ നിന്ന് വളരെ രസകരമായ ചില വാർത്തകളാണ് വരുന്നത്. ഇന്ത്യയിൽ ബോംബ് സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും നടത്തി പാകിസ്ഥാന്റെ സംരക്ഷണയിൽ സുഖമായി ജീവിച്ചിരുന്ന പല ഭീകര സംഘടനകളുടെയും തലവന്മാർ ഇപ്പോൾ ഒന്നൊന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതും ആർക്കും അറിയാത്ത ചില അജ്ഞാതരുടെ വെടിയേറ്റ്. എന്താണ് ഇതിന്റെ പിന്നിലെ കളി എന്ന് വക്കീൽ വാസു പറഞ്ഞുതരാം. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൽ മുജാഹിദീൻ തുടങ്ങിയ നിരോധിത സംഘടനകളുടെ മുൻനിര കമാൻഡർമാരാണ് പല നഗരങ്ങളിലും വെച്ച് തെരുവിൽ വെടിയേറ്റ് മരിക്കുന്നത്. അടുത്തിടെ പോലും പുൽവാമ ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് സംശയിക്കുന്ന ഹംസ ബുർഹാൻ ഉൾപ്പെടെയുള്ളവർ പാക് മണ്ണിൽ വെച്ച് തീർക്കപ്പെട്ടു. പാകിസ്ഥാൻ എപ്പോഴും കുറ്റം പറയുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ മേലാണ്. എന്നാൽ ഇന്ത്യ ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നു. ഭീകര സംഘടനകൾ തമ്മിലുള്ള കുടിപ്പകയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ഏജൻസികളുടെ ക്ലീനിംഗ് പ്രോസസ്സോ ആകാം ഇതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തെ കുറ്റവാളികളെ മറ്റൊരു രാജ്യം സംരക്ഷിക്കാൻ പാടില്ല. ഇന്ത്യ തിരയുന്ന മോസ്റ്റ് വാണ്ടഡ് ഭീകരർ തങ്ങളുടെ നാട്ടിൽ ഇല്ലെന്ന് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് എപ്പോഴും നുണ പറയാറുണ്ട്. എന്നാൽ അവർ അവിടെ വെടിയേറ്റ് വീഴുമ്പോൾ പാകിസ്ഥാന്റെ ആ കള്ളത്തരം കൂടിയാണ് ലോകത്തിനു മുന്നിൽ പൊളിയുന്നത്. ഈ അജ്ഞാത ആക്രമണങ്ങൾ കാരണം പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന മറ്റ് ഭീകരർ ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും പേടിച്ച് വലിയ സുരക്ഷയിലാണ് ജീവിക്കുന്നത്. ചുരുക്കത്തിൽ നിയമവ്യവസ്ഥകളെ കാറ്റിൽ പറത്തി നിരപരാധികളുടെ ചോര വീഴ്ത്തിയവർക്ക് കാലം കരുതിവെച്ച മറുപടിയാണിത്. ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കണം എന്ന് പറയാറില്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല, പക്ഷേ പ്രകൃതി നിയമത്തിന് മുന്നിൽ ആർക്കും രക്ഷപ്പെടാനാകില്ല.